ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. ബാറ്റിൽ പന്തുകൊള്ളുന്ന ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ചെപ്പോക്കിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന ചെന്നൈ ആരാധകർ നിശബ്ദരായിരുന്നു. സൂപ്പർ കിങ്സിന്റെ ബൗളിംഗ് നിര ഗ്രൗണ്ടിന്റെ നാലുപാടും പാഞ്ഞു. ആർക്കും തകർക്കാൻ കഴിയാത്ത ചെപ്പോക്കിലെ മഞ്ഞക്കൊട്ടാരം മാർക്കസ് സ്റ്റോയിനിസ് ഒറ്റയ്ക്കിടിച്ചു നിരത്തി. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ആവേശം നിറഞ്ഞ ആരാധക സംഘം. ദിവസങ്ങൾക്ക് മുമ്പ് MS ധോണി ബാറ്റിംഗിനിറങ്ങിയപ്പോൾ ആന്ദ്രേ റസലിന് ചെവി പൊത്തിപ്പിടിക്കേണ്ടി വന്നു. ലക്നൌവിനെതിരായ മത്സരത്തിലും സമാന സാഹചര്യമുണ്ടായിരുന്നു. MS ധോണി ബാറ്റിംഗിനെത്തിയപ്പോൾ ആരാധകർ ആവേശഭരിതരായി. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കഥ മാറി. ലക്നൌ ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ ക്വിന്റൺ ഡി കോക്ക് പുറത്തായി. അപ്പോൾ എത്തിയതാണ് മാർക്കസ് സ്റ്റോയിനിസ് എന്ന ഓസ്ട്രേലിയക്കാരൻ ഓൾറൗണ്ടർ. ചെപ്പോക്കിലെ പുലിമടയിൽ അയാൾ ഒറ്റയ്ക്ക് പോരാടി. 211 റൺസായിരുന്നു ലക്നൌവിന് ചെന്നൈ ഉയർത്തിയ ലക്ഷ്യം. അതിൽ 124 റൺസും സ്റ്റോയിനിസ് ഒറ്റയ്ക്കടിച്ചെടുത്തു. 13 ഫോറുകൾ, 6 സിക്സുകൾ. ലക്നൌ വിജയത്തിലെത്തും വരെ അയാൾ ക്രീസിലുണ്ടായിരുന്നു. ചെന്നൈ പരിശീലകൻ സ്റ്റീവൻ ഫ്ലെമിങ്ങിന് ഒട്ടും അത്ഭുതമുണ്ടായിരുന്നില്ല. സ്റ്റോയിനിസ് മികച്ച താരമെന്ന് ഫ്ലെമിങ്ങിന് അറിയാവുന്നതാണ്. സീസണിലാദ്യമായി ചെപ്പോക്കിൽ ചെന്നൈ തോൽവി വഴങ്ങി. ലക്നൌവിലും ചെന്നൈയിലും സൂപ്പർ കിങ്സിനെ തോൽപ്പിക്കുന്ന സീസണിലെ ആദ്യ ടീമായി സൂപ്പർ ജയൻസ്.